ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പോൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈൻ ഓഫ് ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം. ഓപ്ഷൻസ് എലവേറ്റഡ് WBC, റിജിഡിറ്റി, മൈൽഡ് ഫീവർ, ഡിസോറിയൻറ്റേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫീവർ എന്ന് പറയുന്ന കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈൻ എന്ന് പറയുന്നത് ഫീവർ തന്നെയാണ്. ഇതിലേക്ക് എത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആൻറ്റിസൈക്കോട്ടിക്സ് മെഡിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മസിലിലെ മെറ്റബോളിസം കൂടുകയും അതിൻ്റെ ഫലമായിട്ട് മയോഗ്ലോബിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. മെറ്റബോളിസം കൂടുമ്പോൾ എപ്പോഴും ബോഡി ടെമ്പറേച്ചർ ഉയരും എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റബോളിസം കൂടുന്നതിൻ്റെ ഫലമായിട്ട് ബോഡി ടെമ്പറേച്ചർ ഉയരുന്ന ഫലമായിട്ടുണ്ടാകുന്ന റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും. ഒരിക്കലും ഒരു ലോ ഗ്രേഡ് അല്ലെ മൈൽഡ് ഫീവർ ആയിരിക്കത്തില്ല അവിടെ വരുന്നത്. ഫീവർ എന്ന് പറയുമ്പോൾ യൂഷ്വലി മോർ ദാൻ 105 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് അല്ലാത്തത് ഏത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് മൈൽഡ് ഫീവർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫീവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതൊരു ഹൈ ഗ്രേഡ് ഫീവർ ആയതുകൊണ്ട് ഇവിടെ ഉൾപ്പെടാത്ത സിംറ്റം എന്ന് പറയുന്ന മൈൽഡ് ഫീവറാണ്. പിന്നെ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ന്യൂമോണിക്സ് ഞാൻ പറയാം. അത് ഫീവർ എന്നുള്ളത് തന്നെയാണ്. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീവറാണ്, ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസെഫലോപ്പതിയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഡിസോറിയൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ദെൻ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് തന്നെ മറ്റ് വൈറ്റൽ സൈൻസിനെ ബാധിക്കാറുണ്ട്. വൈറ്റൽ സൈൻസ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ പൾസ് റേറ്റിന് വ്യതിയാനം വരും. 1 ഡിഗ്രി ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് ഏകദേശം 10 പെർ ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ 1 ഡിഗ്രി കൂടുമ്പോൾ 10 ബീറ്റ് കൂടുന്ന രീതിയിൽ പൾസ് റേറ്റിനകത്ത് വേരിയേഷൻ വരാം. അതേപോലെ തന്നെ ഫീവറിനകത്ത് ഇ എന്ന് പറയുമ്പോൾ എലവേറ്റഡ് WBC എന്നുള്ളതാണ്. ദെൻ റിജിഡിറ്റി എന്നുള്ളതാണ്. മസ്കുലർ റിജിഡിറ്റി കൂടുന്നു, മസിൽ കൺട്രാക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്തതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ DMEയുടെ നോട്ടിഫിക്കേഷനെ ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത വർഷം ആരംഭത്തോടു കൂടി മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് നിങ്ങളുടെ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് ക്ലിയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഏറ്റവും ആശ്വാസകരമായ മറ്റൊരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RCC പോലുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കൂടി വർഷം ആരംഭത്തിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. RCC സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതൽ സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല. 3 മാസത്തിനുള്ള എക്സാമിനേഷൻ ഉണ്ടാവും, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത്രയും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ആ ജോലി സാധ്യത ഉള്ളത്. സോ എല്ലാവരും മുൻകൂട്ടി കണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക.